ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പച്ചപ്പയർ തോരനാണ്. അതിന് സവോള അരിഞ്ഞു വെച്ചു, പച്ചമുളക് അരിഞ്ഞു വെച്ചു, അരിയും കടുകും ഒരു ഉണക്കമുളകും കൂടി ഇട്ട് കടുക് വറുത്ത് അതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, വെളുത്തുള്ളി ഇവ ചേർത്തു. ഒന്ന് ആവി കയറുന്നിടം വരെ ഞാൻ ഇളക്കി കൊടുത്തു. കരിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ശകല മുളക് പൊടിയൂടെ, ഒരിത്തിരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരിത്തിരി മുളക് പൊടി. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനകത്തോട്ട് പയർ ചേർത്ത് കൊടുത്തു. പയറും മുളകും കൂടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നീട് സവോള ചേർത്ത് കൊടുക്കുന്നു. ഞാൻ മുമ്പേ മുളക് പൊടി എടുത്തതിനകത്തുനിന്ന് ഇച്ചിരി മുളക് പൊടി വീണതാണ് അതിനകത്ത് കിടന്നത്, അല്ലാതെ മുളക് പൊടി അതിനകത്ത് ഇട്ടിരുന്നതല്ല. ആ സവോളയെ വീണ് കിടന്നിരുന്ന അതാണ്. ഞാൻ ആദ്യം പയറും പച്ചമുളകും കൂടെയാണ് ഇട്ട് കൊടുത്ത്. അത് കഴിഞ്ഞ് സവോളയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേകാൻ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി ഒന്ന് പൊത്തി വെച്ച് വേവിക്കണം. ഒന്ന് ആവി കയറി വരണം. ആ ഒരു ആവിയുടെ ആവശ്യമേ പയറിൻ്റെ വേവിനുള്ളൂ. നല്ലൊരു തോരനാണ്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. നല്ല തോരനാണ്, നല്ല ടേസ്റ്റും ഉള്ളതാണ്. ഇത് കഞ്ഞിയൊക്കെ കുടിക്കാനൊക്കെ നല്ലതാണ്. ഇത് കൂട്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ സബ് ചെയ്യണേ, സഹായിക്കണം. അങ്ങനെ നമുക്ക് പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്തിട്ടുണ്ട് കണ്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.